നമസ്കാരം. യു.എസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. നിഫ്റ്റി അതിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസായ 24,500 മുകളിൽ 24,576 ക്ലോസിംഗ് നൽകിയത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സമാധാന ചർച്ചകൾക്ക് വേണ്ടി പാകിസ്ഥാനിലേക്ക് നീങ്ങിയതും അവസാന നിമിഷം വരെ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാടായിരുന്നു ഇറാനെങ്കിൽ പിന്നീട് ഇറാൻ നിലപാട് മാറ്റിയതുമാണ് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ മാറ്റിയത്. ഇന്ന് മാർക്കറ്റ് 24,500 എന്ന റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ടെക്നിക്കലി മാർക്കറ്റ് അട്രാക്റ്റീവ് ലെവലിലെത്തി എന്നുള്ള അനുമാനമാണ് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും പങ്കുവയ്ക്കുന്നത്. മാർച്ച് മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് 11% കറക്റ്റായിരുന്നു. കൂടാതെ നിഫ്റ്റിയുടെ PE റേഷ്യോ, അതായത് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, ഹിസ്റ്റോറിക്കൽ ആവറേജിനേക്കാളും താഴ്ന്ന ലെവലിലുമാണ്. ഇത് മാർക്കറ്റ് ഒരു ഫെയർ വാല്യൂഷൻ റേഞ്ചിലാണെന്നുള്ള സൂചന നൽകുകയും മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അനുയോജ്യമായ സാഹചര്യമായി മാറുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും IT, ഹെൽത്ത് കെയർ, FMCG, ബാങ്കിങ് തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ അട്രാക്റ്റീവ് വാല്യൂഷന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മോഡറേറ്റ് പ്രൊപ്പോർഷനിൽ ഇക്വിറ്റി എക്സ്പോസർ വർദ്ധിപ്പിക്കാമെന്നാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും പറയുന്നത്. അതോടൊപ്പം തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുകൂലമായ രീതിയിൽ പല സ്റ്റോക്കുകളും അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുകയും പല സ്റ്റോക്കുകളും അവയുടെ മൾട്ടി ഇയർ സപ്പോർട്ടിനടുത്തും മൾട്ടി ഇയർ ലോ വാല്യൂവിനടുത്തുമായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും അട്രാക്റ്റീവ് റിട്ടേൺ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് വഴി നേടാൻ സാധിക്കും എന്നാണ് DSP ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട IT സെക്ടറിലെ ഒരു പ്രമുഖ കമ്പനിയായ HCL ടെക് നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. HCL ടെക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും താഴ്ന്ന ലെവലിലുള്ളതാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 4.20% വർദ്ധിച്ച് 4,307 കോടിയിൽ നിന്നും 4,488 കോടിയിലേക്കെത്തി. സീക്വൻഷ്യലി കമ്പനിയുടെ പ്രോഫിറ്റ് 10.11% വർദ്ധിച്ച് 4,076 കോടിയിൽ നിന്നും 4,488 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 12.35% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 30,246 കോടിയിൽ നിന്നും 33,981 കോടിയിലേക്കെത്തി. ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ റവന്യൂ ഏറെക്കുറെ ഫ്ലാറ്റാണ്. 2026 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 3യിൽ 33,872 കോടിയുടെ റവന്യൂ ആയിരുന്നു കമ്പനി റിപ്പോർട്ട് ചെയ്തത്. ഇനി കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ 2.4% വർദ്ധിച്ചെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 3.3% ഇടിഞ്ഞിട്ടുണ്ട്. ഡോളർ റവന്യൂ 5.3% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 2.9% ഇടിഞ്ഞ് $3,682 മില്യൺ മാറുകയും ചെയ്തു. HCL ടെക്കിൻ്റെ റവന്യൂ ഗ്രോത്ത് 3.9% രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത് കമ്പനിയുടെ ഗ്രോത്ത് ഗൈഡൻസായ 17.2% നിന്നും താഴ്ന്ന നിലയിലാണ്. ഇനി കമ്പനിയുടെ പെർഫോമൻസ് മോശമായതിനെക്കുറിച്ച് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രിയും വന്നിട്ടുണ്ട്. ലോവർ ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങും ചില തീരുമാനങ്ങൾ എടുക്കാൻ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും വന്ന ഡിലേയുമാണ് കമ്പനിയുടെ പെർഫോമൻസ് മോശമായതിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെക്ടറിൽ നിന്നുള്ള റവന്യൂ $620 മില്യൺ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി കമ്പനിയുടെ എബിറ്റയിലും ഇടിവ് നമ്മൾക്ക് കാണാൻ സാധിക്കും. കമ്പനിയുടെ എബിറ്റ 10.6% ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഇടിഞ്ഞു. ഇയർ ഓൺ ഇയറിൽ എബിറ്റയിൽ 3.3% വർധനവുണ്ടായിട്ടുണ്ട്. 5,442 കോടിയിൽ നിന്നും 5,620 കോടിയിലേക്കാണ് എബിറ്റ ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ചത്. അതേസമയം ക്വാർട്ടർ ടു ക്വാർട്ടറിൽ എബിറ്റ ഇടിയുകയും എബിറ്റ മാർജിൻ 18% നിന്നും 17.7% ഇടിയുകയും ചെയ്തു. 2026 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 4ൽ $1,936 മില്യൺ ടോട്ടൽ കോൺട്രാക്റ്റുകളാണ് കമ്പനി നേടിയെടുത്തിരിക്കുന്നത്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ $9,323 മില്യൺ ടോട്ടൽ കോൺട്രാക്റ്റുകൾ കമ്പനി നേടിയെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ US മാർക്കറ്റിൽ 4.9% ഇയർ ഓൺ ഇയറിൽ കമ്പനി വളർച്ച കൈവരിച്ചെങ്കിലും യൂറോപ്യൻ മാർക്കറ്റിൽ 2.9% വളർച്ച ഡിക്ലൈൻ ആവുകയാണ് ചെയ്തത്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് കമ്പനി ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചത്. ഡിവിഡൻഡിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ 25 2026 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ടോട്ടൽ 60 രൂപയാണ് ഡിവിഡൻഡായി നൽകിയത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.